കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, മരണം കാണുകയില്ല താനും. അടുത്ത വാക്യം കൂടെ വായിച്ചാൽ, ഇന്ന് ജീവിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. അച്ചായൻ അസുഖം വന്ന് നമ്മൾ പുരാടത്തിന്റെ പ്രമാണം ബ്ലേഡ് കമ്പനിക്കാരന് കൊടുത്തെങ്കിലും ജീവിപ്പിക്കത്തില്ലേ? സ്വോത്രം. മരിപ്പാൻ കൊതിക്കും. അടുത്തത്, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരണം കിട്ടാത്തൊരു കാലം. ഇന്ന് രാത്രി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? അതുകൊണ്ടാണ് ഇന്ന് രാത്രി കോവിഡിൻ്റെ മറവിൽ അന്ത്യദിനങ്ങൾ വരുന്നു. ഇതേത് വാക്സിന് കൊടുക്കാം? അന്നൊരുവൻ ഇവിടെ ഇരുന്ന് കരയും. ആരാ കരയുന്നത്? പ്രത്യേക ഓഫറുമായി ഒരുവൻ വരും. ആരാ കരയുന്നത്? ആശുപത്രിക്കാരനല്ല, ശവപ്പെട്ടിക്കാരൻ. ഒറ്റ കച്ചവടവും കാണത്തില്ല. സ്വോത്രം. അവൻ അന്ന് പ്രത്യേക ഓഫർ. അത് മാത്രമല്ല, കർത്താവിനെ കാണാത്ത അച്ചായന്മാർക്ക് ഒരു പുതിയ ശവപ്പെട്ടി റെഡി. ചെങ്ങന്നൂരിൽ 12,000 രൂപയുള്ള ശവപ്പെട്ടി. ഞാൻ ഇന്നാൾ പോയ സമയത്ത് വണ്ടി നിർത്തി കടക്കാരനോട് ചോദിച്ചു, ഇതിൻ്റെ എന്നോട് ചോദിച്ചു ആരാ? ഞാൻ പറയും പാസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞ നമ്പർ വെച്ചോളാം, വിസിറ്റിംഗ് കാർഡ്. സ്വോത്രം. ശവപ്പെട്ടി ആവശ്യമുണ്ട്. സ്വോത്രം. ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് കാണിക്കുമെന്ന്. ഞാൻ കണ്ട കാര്യം, എൻ്റെ പാസ്റ്ററെ നിങ്ങൾ കാണണം. അതിനകത്തൊരു ചെറിയ ബാറ്ററി, ബൈക്കിൻ്റെ കണക്ക്, ഒരു സ്പീക്കർ വണ്ടി വെച്ചിരിക്കുന്ന ഒരു പെൻ ഡ്രൈവ്. ഞാൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത്? ഞങ്ങൾ ഈ പെട്ടി കൊടുക്കുമ്പോൾ ഈ സ്വിച്ച് ഇടാൻ പറയും, അച്ചായ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമെന്ന്. ആദ്യത്തെ പാട്ട് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, കൊണപ്പെടാത്ത സകല അച്ചായന്മാർക്കും ഇനി പെട്ടിക്കകത്ത് പാട്ട് കേൾക്കാം. ചെങ്ങന്നൂരിൽ നിന്ന് മുളക്കട കഴിയുമ്പോൾ പാട്ട് പെട്ടി, നല്ല സുന്ദരമായ പെട്ടി. സ്വോത്രം. ജീവിച്ചിരുന്നപ്പം പാട്ട് കേട്ടില്ല, ഇനി അല്പകാലം ഭൂവിലെ വാസം കേൾക്കുന്ന. സ്വോത്രം. അതുകൊണ്ട് അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. മരണം കിട്ടാത്ത കാലം. അതുകൊണ്ടാ എഫേസ്യ ലേഖനം പൗലോസ് എഴുതി വെച്ചു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് എന്നെക്കാൾ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ഇത്രയും രോഗങ്ങൾക്ക് ഏത് വാക്സിൻ തരും? കോവാക്സിൻ പറ്റുമോ? കോവിഷീൽഡ് പറ്റുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സോസിഡി പറ്റുമോ? സിനാഫിയും പറ്റുമോ? ഓക്സ്ഫോർഡ് പറ്റുമോ? ഫൈസർ പറ്റുമോ? മെഡോണ പറ്റുമോ? ഇതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരുവൻ പറയും, ഞാൻ വാക്സിൻ തരാം, ഏത് വിഷയത്തിനും ഏത് പ്രതികൂലത്തിനും ഏതിനും ഒരു വാക്സിൻ ഞാൻ തരാം, ജോൺസൺ ആൻഡ് ജോൺസൺ. പക്ഷെ ഒരു കുഴപ്പം, വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് പോരാ, കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കണം. അന്ത്യകാലം. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിൻ്റെ മറവിൽ ഇത് വരാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം. എന്താ? മനുഷ്യകുലത്തിന് വന്ന ഒരു വിഷയമുണ്ട്, അതിൻ്റെ പേരാ പാപം. ഒരിക്കൽ കൂടി പറയാം. കഴിഞ്ഞ ഫെബ്രുവരി മാസം 27 ധനുവച്ചപുരത്തും വെള്ളറടയിലും പോളിയോ വാക്സിൻ, കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. പോളിയോ വാക്സിൻ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം അവിടെ കൊണ്ടുചെല്ലും, ഫ്രീ ആയിട്ട് കൊടുക്കും. ആരാ കണ്ടുപിടിച്ചത്? ഇസ്രയേൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ വേണ്ട ജോൺ ലിറ്റിൽ വാക്സ്. അവനായി പോളിയോ കണ്ടുപിടിച്ച്. എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് ശരീരത്തിനകത്ത് മന്ത് വ്യാപിച്ച് ഒരു മുടന്ത് രോഗിയായി കിടക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല, പിണറായി വിജയൻ സാറും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന പോളിയോയ്ക്ക് വേണ്ടി അഡ്വാൻസായി ഒരു വാക്സിൻ കൊടുക്കുന്നു, പോളിയോ വാക്സിൻ. എന്നാൽ ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നു. അതിൻ്റെ പേരാ പാപം. പാപത്തിന് എന്ത് മരുന്നുണ്ട്? സർജറി ഉണ്ടോ? ആന്റിബയോട്ടിക് ഉണ്ടോ? തെർമോമീറ്റർ ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും വാക്സിൻ കൊടുത്താൽ പാപം മാറുമോ? എന്നാൽ ഇന്ന് രാത്രി പാപത്തിന് ഞങ്ങൾ ഒരു മരുന്നിനെ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരാ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടുമ്പോൾ സൈന്യാധിപന്റെ കുന്ത് എൻ്റെ യേശുവിൻ്റെ ചങ്കിനകത്ത് പടയാളി കുത്തിയിറക്കിയപ്പോൾ അവൻ്റെ ചങ്കിൽ നിന്ന് 5.5 ലിറ്റർ രക്തം വാർന്നെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം ഏറ്റുപറയണം, അവന്റെ രക്തം സകലമല്ലോ, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. The blood of Jesus giving our victory. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഇത്രയും രോഗവും ഈ കാര്യവും കണ്ടിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു. യോഹന്നാൻ 9:4 വായിക്കാം. യോഹന്നാൻ 9:4.
എന്നെ അയച്ചവന്റെ പ്രവൃത്തി ആ പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്തത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കോവിഡ് നാം കണ്ടതാ 24 മണിക്കൂർ ഉറക്കമിളച്ചെല്ലാം കിടന്നെങ്കിൽ അതിലും വലിയൊരു വിഷയം ഇവിടെ വരാൻ പോകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോകുന്നു കോവിഡിന്റെ മറവിൽ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിനകത്ത് പറയണം, ഇതെല്ലാം സയൻസും ബൈബിള് ഈ കോവിഡ് ഞങ്ങൾ കണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി റോഡിനകത്തോ വീടിനകത്തോ ധനിപച്ചപുരത്ത് ബോക്സിനകത്തോ ഇരിക്കുന്ന ദൈവകുഞ്ഞുങ്ങള്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും ഹൃദയത്തിന്റെ കവാടം തുറന്നാൽ അവൻ എന്നോട് ഞാൻ അവനോട് മത്താഴം കഴിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഹൃദയത്തിന്റെ ചങ്കുകളെ തുറന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആര് തയ്യാറുണ്ട്? ഇന്ന് രാത്രി കടന്നുവോ. അവന്റെ ഇമ്പമേറിയ ശബ്ദം നിന്റെ വാതിൽക്കൽ മുട്ടുന്നു. വരുവാനുള്ള ന്യായവിധിക്കകത്ത് കെട്ടുപോയി ഹല്ലേലൂയ പാതാളത്തിന്റെ നരകത്തിന്റെ യാതനയ്ക്കകത്ത് കൊത്തിവലിക്കുന്ന പാമ്പിന്റെയും ഹല്ലേലൂയ കെടാത്ത തീക്കും ചാകാത്ത പുഴുകിനകത്ത് നിന്റെ ശരീരത്തിന്റെ ആത്മാവിനെ പർദീസയ്ക്കകത്ത് കൊടുക്കണം. അവിടെ കിടക്കണമെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി പോ. കാൽവറി മല നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ വചനം നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ഇന്ന് രാത്രി യേശുവിങ്കലുള്ള രക്ഷയിലേക്ക് വാ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ വെച്ച് നാം തുടങ്ങാം. ബാക്കി നാളെ വായിക്കാം. അത് ചെറിയവരും വലിയവരും, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, ദാസന്മാരും, വായിച്ചോട്ടെ, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും. അവിടം വരെ നിൽക്കട്ടെ. നാളെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നാളെ തുടർന്നതായിരിക്കും. ഇതാ ഇന്നത്തെ കോവിഡിൽ. അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര. അതിനാസ്പദമായി ഇന്നെല്ലാ രാജ്യത്തേക്കും പോകണമെങ്കിൽ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണം. 2 ഡോസ് വാക്സിൻ, 48 മണിക്കൂർ നമ്മുടെ സലൈവ ഉമിനീർ ചെക്ക് റിപ്പോർട്ട്. അർത്ഥം, നമ്മുടെ കയ്യിൽ യാത്ര ചെയ്യുവാൻ ചിപ്പായിട്ടില്ല, കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് അഥവാ മോഡി സാറിൻ്റെ പേരുള്ള ഒരു കാർഡായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിനകത്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇന്ത്യ വിട്ട് ഏത് വിദേശ രാജ്യത്ത് പോകണമെങ്കിലും 48 മണിക്കൂർ മുൻപിട്ടുള്ള ഒരു സലൈവ ഉമിനീർ ടെസ്റ്റ് ചെയ്ത് RT-PCR ടെസ്റ്റ് വേണം. ഇതെല്ലാം മാറാൻ പോവുക. ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് വരാൻ പോകുക. അത് ക്രമീകരിച്ചതാ കോവിഡ് വാക്സിൻ്റെ തുടക്കം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാതെ ഒറ്റ കുഞ്ഞിനും വാക്സിൻ കിട്ടിയിട്ടില്ല. അർത്ഥം, ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. കോവിഡിൻ്റെ മറവിൽ ന്യൂ വേൾഡ് ഓർഡർ, ഏക ലോക ഭരണം, അതിൻ്റെ വഴിത്താരകളിലേക്ക് കടക്കുന്നത് ബാക്കി നാളെ ഞാൻ പറയും. അതിലൊന്നേ ഏക ലോക ഭരണം. ഒരുവൻ ലോകം ഭരിക്കും. എങ്ങനെ ഭരിക്കും? വാക്സിൻ എല്ലാം മോഡി സാറിന് കൊടുക്കാൻ പറ്റുമോ? KSRTക്ക് ശമ്പളമില്ല, നാളെ ധനുവച്ചവർ എങ്ങനെ ബസ്സിൽ പോകുമെന്ന് ഞാൻ ആലോചിക്കുന്നു. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അമേരിക്ക ചക്രമില്ല, ശ്രീലങ്കയിലാന്നേ പാലിന് 281 പാല്. അപ്പോൾ ഒരച്ചായൻ പറയും, എല്ലാം ഞാൻ ശരിയാക്കി തരാം, കസേര റെഡി. ആ അച്ചായൻ്റെ പേരാ എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മം. അവൻ ഇന്ന് നമ്മുടെ മൊബൈലിനകത്ത് കയറി നല്ല അങ്കിൾ, അവൻ്റെ പേര് സ്റ്റാർട്ടിങ് ഇപ്പം തന്നെ ഗൂഗിൾ. എന്തോ ഒരു നല്ല മനുഷ്യൻ. കുഞ്ഞുങ്ങൾക്കും അമ്മാമ്മമാർക്കും ഞങ്ങൾക്കും എല്ലാം അവൻ നല്ല മറുപടി തന്നെങ്കിൽ അവൻ താമസം പിന്നെ ആ ചെയറിലിരിക്കും. ന്യൂ വേൾഡ് ഓർഡർ. അങ്ങനെ ഒരാൾ ഭരണത്തിൽ വരണമെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഡേറ്റ കൊണ്ടുപോകണം. ഇതൊരു പക്ഷേ ധനുപച്ചപുരം നെയ്യാറ്റിൻകര മണ്ഡലമാണെങ്കിൽ സഖാവാൻസലിന് ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും പറയും ചെങ്കൽ പഞ്ചായത്ത് എത്ര വോട്ടർമാരുണ്ടെന്ന്. ക്ലിയർ അല്ലയോ? സ്വോത്രം. ഏതുറക്കത്തിൽ വിളിച്ചാലും കയ്യിലെ കാശറിഞ്ഞില്ലെങ്കിൽ വോട്ടർമാരെ അറിയാം. തീർന്നില്ല. പാറശാല 2ാം പ്രാവശ്യവും സഖാവ് CK ഹരീന്ദ്രൻ MLA ആയി. അദ്ദേഹത്തിന് ഇവിടുത്തെ മണ്ഡലത്തിലുള്ള എല്ലാ പാസ്റ്റർമാരെ അറിയാം, ബാക്കി അറിയാം. ഓരോ പഞ്ചായത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്നറിയാം. ആ വോട്ടർമാരുടെ രേഖ വോട്ടേഴ്സ് ലിസ്റ്റ് പോലെ MLAയുടെ കൈ ഇരിക്കുന്ന പോലെ ആ അച്ചായന്മാരെ നമ്മുടെ രേഖയെല്ലാം വാക്സിൻ അടിക്കാൻ കൊണ്ടുപോയി. സ്വോത്രം.
തീർന്ന്. മലയാളം മനസ്സിലാക്കിക്കോ, എല്ലാം തീരുവ, അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ തലമായി ഇവിടെ വന്നത് 2009 നമ്മളെ ഒരു ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുപോകുവാൻ. 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു. ആധാർ, മിണ്ടുന്നില്ലല്ലോ, ജനിച്ചാൽ ആധാർ, പിന്നെ പെൻഷൻ ആധാർ, ബാങ്ക് അക്കൗണ്ട് ആധാർ, ഗ്യാസിൻ്റെ സബ്സിഡി ആധാർ, അപ്പച്ചൻ്റെ സകല കാര്യവും ആധാറിനകത്ത്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ആധാർ. സ്വോത്രം. ഇപ്പം പാസ്റ്റർമാർക്കും ഒക്കെ ഒരു ദുഃഖവാർത്ത, പ്രമാണം എഴുതാൻ പോകുമ്പോഴും ആധാർ. സ്വോത്രം. തീർന്നില്ല. കരം അടയ്ക്കാൻ ചെല്ലുമ്പോൾ പലരും ചോദിക്കുന്ന ആധാർ നമ്പറൂടെ. സ്വോത്രം. അപ്പം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ എന്നോട് ചോദിക്കും, ഞാൻ പറയും 10 സെൻറ്റ് വീഡിയോ ഉള്ളെന്ന്. സ്വോത്രം. ആധാർ കൊടുക്കുമ്പോൾ കൊച്ച് കമ്പ്യൂട്ടർ അടിച്ച് പറയും, മംഗലാപുരത്ത് ഒരു 5 ഏക്കർ കാണുന്നില്ല. സ്വോത്രം. വഴിയാധാരമായി. സ്വോത്രം. ഇപ്പം ഞാൻ ഇത്ര പറയുന്നോള് അവിടെ നിൽക്കട്ടെ. സ്വോത്രം. എന്തിനും ആധാർ. ദാ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലോ ചെങ്കലിലോ പാറശാലയോ എവിടെ ആരെങ്കിലും മരിച്ചാൽ ആധാറിൻ്റെ കോപ്പി കൊടുക്കാതെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അർത്ഥം മലയാളിയെ ഉദ്ദേശിച്ച, അച്ചായൻ മരിച്ചാൽ നമ്മൾ പെൻഷൻ മേടിക്കും, അമ്മച്ചി മരിച്ചാൽ റേഷനും മേടിക്കും. സ്വോത്രം. അതൊക്കെ പോയി ഈ പോസ് അപ്പഴേ വെട്ടി ദൂരക്കളയും. സ്വോത്രം. തീർന്ന്. ലോകം വിരൽ തുമ്പിൽ. അന്ത്യകാലം കണ്ടില്ലേ? ആധാർ 2009. ഇനി ഞാൻ അങ്ങോട്ട് പോകുക. ആധാർ കഴിഞ്ഞു. 2015 കൈ മുദ്രയിട്ട് തുടങ്ങി. എവിടെ? ഇതെല്ലാം സയൻസിലേക്കാണ് വരുന്നത്. ബൈബിൾ ഇപ്പം ഞാൻ കൊണ്ടുവരാം. 2015 കൈ മുദ്രയിട്ടു. ആദ്യത്തെ ആധാർ അങ്ങ് പോയി. ആധാർ എടുത്തപ്പോൾ നമ്മുടെ ഫിംഗർ എടുത്തു, കുഞ്ഞുങ്ങളുടെ എടുത്തു. 2 വയസ്സുള്ള കുഞ്ഞുമൊട്ട് 85 വയസ്സ് വരെയുള്ള അപ്പച്ചൻ വീട്ടിൽ പെൻഷൻ മേടിക്കുന്ന പഞ്ചായത്തുകാർ ലാപ്ടോപ്പ് പോയിട്ട് വന്ന് ഒപ്പിട്ടിട്ടുണ്ട്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം എവിടം വരെ എത്തിയെന്നറിയാമോ? 2015 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ലോകം വിരൽത്തുമ്പിൽ. ആത്തിരക്കോ ദന്തമാക്കൻ ജിയോയിലേക്ക് ജാവൂ. ആര്? കൈവച്ച സിം കാർഡ്. 2 ധനുവച്ചവർ റേഷൻ കട. കാത്തിരക്കോ ദന്തമാക്കൻ. ഈ പോസ് 4 കിലോ വെള്ള, 2 കിലോ കുത്ത്, 3 കിലോ പച്ച, 1/2 ലിറ്റർ മണ്ണെണ്ണ, 4 ആട്ട. എന്തോ വേണം? കാർഡ് വേണോ? നമ്പരുമായിട്ട് പോയാൽ പോരെ. സ്വോത്രം. ക്ലിയർ ആയില്ലയോ? സയൻസ് ഇപ്പം എത്ര ക്ലിയർ. ബൈബിളിലേക്ക് വരാം. ഇനി 2 മിനിറ്റ് ഇരുന്നാൽ ഇവിടെ ഇപ്പോൾ ദൈവദാസന്മാർ ഒരു നിരയുണ്ട്. നോഹ പാസ്റ്ററുണ്ട്, വിജയൻ പാസ്റ്ററുണ്ട്, പാടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, ദൈവദാസന്മാരുണ്ട്. ഞങ്ങൾ 5 പേര് ഇവിടുന്ന് പോവുക. ഏത് കാർഡ് എവിടെയും കൊടുക്കാം. അപ്പോൾ എൻ്റെ കാർഡ് നോഹ പാസ്റ്റർക്ക് കൊടുത്തു. നമ്പർ ഞങ്ങൾ എഴുതിക്കൊണ്ടാണ് പോകുന്നത്. പാസ്റ്ററുടെ കാർഡ് വിജയൻ പാസ്റ്റർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ കാർഡ് പാടുന്ന കുഞ്ഞിന് കൊടുത്ത് ഞങ്ങൾ 4 പേരും ധനുവച്ചപുരത്ത് റേഷൻ കടയിൽ പോയി കൈവച്ച റേഷൻ കിട്ടുമോ? പെങ്കൊച്ച് ഞങ്ങളോട് അന്യായ ഭാഷ പറയും, സമയമില്ലാത്ത സമയത്ത് കൈവെക്കാൻ. അപ്പം ഈ കൈക്കകത്ത് ഒരു രേഖയില്ല, മിണ്ടുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഈ പോസ് കൈവെക്കുമ്പോൾ പറയുന്നില്ലേ വിരലടയാളം സന്തോഷമില്ലല്ലോ. റേഷൻ കട ആരും പോയിട്ടില്ല, വിഷമിക്കേണ്ട, അത് പൂട്ടാറുമായി. സ്വോത്രം. വിരലടയാളം പരിശോധിക്കുന്നു. സ്വോത്രം. അപ്പം ഇവിടെ കൈവെക്കുമ്പം വള്ളക്കടവിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ അത് ഡൽഹിയായിട്ട് പറയും റേഷൻ മേടിച്ചിട്ടില്ല. 4 കിലോ കുത്തും 2 കിലോ പച്ചയും എല്ലാം കൂടെ ബില്ല് വരുമെങ്കിൽ നമ്മുടെ കൈക്കകത്ത് ഒരു രേഖയുണ്ടല്ലോ. ഇതാരാ വരച്ചത്? സ്വോത്രം. ആരാ വരച്ചത്? ആരാ വരച്ചത്? മിണ്ടുന്നില്ലല്ലോ. സങ്കീർത്തനം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയെങ്കിൽ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, എൻ്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം. അങ്ങനെയെങ്കിൽ കാരക്കോണം മെഡിക്കൽ കോളേജിനകത്ത് ഒരു സഹോദരിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്നതിന് മുമ്പ് കണ്ടവന സർവശക്തനായ ദൈവമെങ്കിൽ അവൻ്റെ കൈരേഖ നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഞാൻ ഇവിടെ കൈവച്ചാൽ ഡൽഹിയിലെ കമ്പ്യൂട്ടർ എനിക്ക് റേഷൻ തരുന്നെങ്കിൽ ഞാൻ ആരാധിക്കുന്ന കർത്താവാര്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വചനം മനസ്സിലാക്കുന്ന സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. എന്താ? ഹല്ലേലൂയ. തൻ്റെ ഭക്തനായവന് വേണ്ടി എന്താ? ഗലീലയിലെ കടലിനകത്ത് 10,000 മീൻ കെട്ടി പറയുമ്പോൾ റോമിൻ്റെ കരപ്പണം കൊടുക്കുവാൻ എൻ്റെ ദൈവം മത്സ്യത്തിൻ്റെ അകത്ത് ചതുദ്രമ പണത്തെ ഒരുക്കിയിട്ട് സ്കാൻ അടിച്ച് കൊടുത്ത ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. സ്വോത്രം. സന്തോഷമില്ല. അതുകൊണ്ട് പെന്തിക്കോസുകാരും ഇതിനകത്തുണ്ട്, CSIക്കാരും ഉണ്ട്. 2 എൻ്റെ സുഹൃത്തുക്കളാണ്. ഇനി മേലിൽ വോട്ടിന് കൈവച്ച്, റേഷന് കൈവച്ച്, മൊബൈലിന് കൈവച്ചോര്
കോട്ടൂര മന്ത്രവാദിയുടെയിലും വെള്ളറുടെ ഇരിക്കുന്ന തത്ത നോക്കുന്നവൻ്റെയിലും നിന്റെ കൈ കൊടുക്കരുത്, കർത്താവിൻ്റെ അടി കിട്ടും. സ്വോത്രം, ഇത്രയെങ്കിലും മനസ്സിലാക്കണം. സ്വോത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും കൊണ്ട് കൊടുക്കരുത്. നിന്റെ കയ്യിൽ രേഖ വരച്ചവനാ സ്വർഗത്തിലെ ദൈവം. അങ്ങനെയെങ്കിൽ കൈ മുദ്രയിടുമോ? തീരുന്നു. അടുത്തത് എവിടെ? ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം, അബുദാബി. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൈ വെക്കുമ്പോൾ ഡോർ തുറന്നു വരും. അതിലേക്കായി ചിപ്പ് പോകാൻ പോകുന്നത്. അതിനാ ഞാൻ ഇന്ന് കൊണ്ടുവന്ന് ബാക്കി നാള്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈ മുദ്രയിടുമെന്ന് ബൈബിളിനകത്തുണ്ടോ? വായിക്കാം. ആഫ്റ്റർ കോവിഡ് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായി ഇയ്യോബ് എഴുതി വെച്ചു. ഒന്ന്, അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ, ഏവർക്കും വലങ്കൈ നെറ്റിമേൽ മുദ്ര. അതിൻ്റെ 2ാം ഭാഗം നാളെ ഞാൻ വരും. അതുകൊണ്ട് ഇന്ന് ഒരു ഭാഗം തൊട്ടിട്ട് ഞാൻ തീർക്കും. അങ്ങനെയെങ്കിൽ ഈ കൈ മുദ്രയിടുമെന്ന് ബൈബിളിൽ ഇയ്യോബ് 37 വായിച്ചേട്ട മമ്മ. ഇയ്യോബ് 30. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം, താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. മുദ്രയിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ മുദ്രയിടാത്ത ആരുമില്ല. ഒന്നുകിൽ വോട്ടിന്, അല്ലെങ്കിൽ ആധാറിന്, അല്ലെ റേഷൻ കട, അല്ലെ ബാങ്കിൽ ചെല്ലുമ്പോഴും ഒന്ന് കൈ മുദ്രയിട്ടേ പറ്റത്തുള്ളൂ. സ്വോത്രം. ഇതെന്ത് ബൈബിൾ ക്ലിയറാ? ഇപ്പം കാര്യം പിടികിട്ടിയോ? ആരാ ഇയ്യോബ്? നല്ല മനുഷ്യൻ. മസ്കറ്റിലെ സലാലയിൽ ഊസ്ദേശത്ത് സുന്ദരനായൊരു പുരുഷൻ. ആടുമാടുകൾ പോയി, അതിനുശേഷം മക്കൾ 10 പോയി. സാത്താൻ ഒരു ട്രാൻസിസ്റ്റ് എടുത്തു. എവിടെ ചെന്നെന്നറിയാമോ? സ്വർഗത്തിലേക്ക് ചെന്നു സാത്താൻ, ട്രാൻസിസ്റ്റ്. അപ്പം എൻ്റെ കർത്താവ് ചോദിച്ചത് എവിടാ? കരമന കളിക്കാവുള്ള ഹൈവേ വന്നു എന്ന് ചോദിച്ചു. മാർത്താണ്ഡത്ത് നല്ല പാലം പണിഞ്ഞു എന്ന് ചോദിച്ചു. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പണി എന്തായെന്ന് ചോദിച്ചു. ചോദിച്ചില്ല. എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നിന്റെ കണ്ണ് വച്ചുവോ? സ്വോത്രം. സന്തോഷം ഇല്ലല്ലേ? ഇഞ്ചി തിന്ന കുരങ്ങൻ്റെ കണക്കിരിക്കുന്നു. സ്വോത്രം. വിഷമിക്കണ്ട. ഇന്ന് രാത്രി പറ, ഭക്തന്മാരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ അമ്മച്ചിമാരോടും അച്ചായന്മാരോടും പറയാം, ഇവിടെ ഉള്ള പേരുള്ള പല പുള്ളികളും അവിടെ കാണത്തില്ല. സ്വോത്രം. പക്ഷെ ഇവിടെ പേരില്ലാത്ത പലരും അവിടെ കാണും. സ്വോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്റ്റേജിൽ പാടുന്ന കുഞ്ഞുങ്ങളെ ലോകമറിയോ? സഭയുടെ പ്രസിഡന്റിനെ, നേതാക്കന്മാരെ ലോകമറിയോ? ലൈവിൽ കൂടി സകലരെയും ലോകമറിയോ? പക്ഷെ ഇന്ന് രാത്രിയുടെ ഇരുട്ടറയ്ക്കകത്ത് കുടുംബത്തിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അപ്പച്ച, അമ്മച്ചി, സഹോദരി, ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അതുകൊണ്ട് ദാനിയേലിനെ സ്വർഗം വിളിച്ച് എൻ്റെ പ്രിയ പുരുഷനെ. സ്വോത്രം. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ എന്താ? ആടുമാട് 10 പോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇപ്പം ശരീരത്തിനകത്ത് പരുക്കള. ആ സമയത്ത് അമ്മാവൻ പറഞ്ഞു പരസ്യോഗത്തിൻ്റെ ഹോണെല്ലാം താത്തുവെക്കായി. കൂടെയുള്ള കർത്തൃവേലക്കാർ എലിബസും ബിന്ദാദും ഒക്കെ പഴയ പരിപാടിക്ക് പോയി, പടകും മലയും. ആ സമയത്ത് അമ്മാമ പറഞ്ഞപ്പോൾ അവൻ ഇയ്യോബ് പറഞ്ഞതാ, അവൻ എന്നെ കൊന്നാലും ഞാൻ അന്ത്യം വരെ. തീർന്നില്ല. എന്താ പറഞ്ഞതെന്നറിയാമോ? എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ഞാൻ ഈ മണ്ണിനകത്ത് പൂഴിക്കകത്ത് മസ്കറ്റിൽ കെട്ടുപോയാൽ എനിക്ക് വേണ്ടി ഒരു വീടൊരുക്കി എൻ്റെ നാഥൻ വരും. ആ പ്രത്യാശയുള്ളവൻ അന്ത്യം വരെ പെട്ടകത്തിനകത്ത് നിൽക്കവൻ മതിൽ ചാടത്തില്ല. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ദൈവജനം പറയണം, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ. വചനവും കൂടെ കേട്ടോണം. സയൻസിൻ്റെ പുറത്ത് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ. ബെഥാനിയയിൽ ഒരു ഭവനമുണ്ടായിരുന്നു. ആരാ? മാർത്തയും മറിയയും. മാർത്ത കട്ടൻ കാപ്പി, മറിയ നല്ല അംശം. ലാസർ പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നത്. യേശു വരുന്ന വീട്, ബൈബിൾ ക്ലാസ് എടുത്ത വീട്. ലാസറിന് 3 അസുഖങ്ങൾ. 1 ഷുഗർ വന്ന് കാലിൻ്റെ വിരൽ മുറിച്ചു. 2 ഹാർട്ട് അറ്റാക്കിനകത്ത് പൈപ്പിട്ട്. 3 ക്യാൻസർ. ലാസർ മരിച്ചു. യേശു വന്നില്ല. 4 ദിവസം കഴിഞ്ഞ് 96ാമത്തെ മണിക്കൂറിൽ യേശു വന്നു. ലാസറിനോട് പറഞ്ഞു, മാർത്തയോടും മറിയോടും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. സ്വോത്രം. യേശു എവിടെ വന്നു? ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് അവൻ ഇങ്ങനെ വിളിച്ചു. യോഹന്നാൻ 11:43, ലാസറേ, ലാസറേ, പുറത്തു വരിക. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതാ സ്വർഗീയ ഗംഭീരനാദത്തിന്റെ തുടക്കമാ അവിടെ കേട്ടത്. ഇന്ന് രാത്രി മരിച്ചവൻ പുറത്തു വന്നു. സ്വോത്രം. അവനെ കിംസി കൊണ്ടുപോയോ? ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ?
അവനെ നിംസി കൊണ്ടുപോയോ, RCC കൊണ്ടുപോയോ, SAT കൊണ്ടുപോയില്ല, വായിക്കാൻ സമയമില്ല. യോഹന്നാൻ 12:2 എഴുതിയിട്ടുണ്ട്, യേശുവിനൊരു പന്തി അവിടെ ഒരുങ്ങി, ആ കൂട്ടത്തിനകത്ത് ലാസറും ഇരിക്കുന്നു. ഇന്ന് രാത്രി അതുകൊണ്ട് ആ ചങ്ക് കീറി ഞങ്ങൾ ധനുവച്ചപുരത്ത് പറയുന്നത്, ഞങ്ങളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. അപ്പച്ചി ഇന്ന് ധൈര്യമായിട്ട് പറ, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ നാം വിതയ്ക്കും ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും തേജസ്സിൽ ഉയർക്കും. ഇന്ന് രാത്രി പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. എത്ര ക്ലിയറാണ്. അതുകൊണ്ട് പലരും വിചാരിക്കും എൻ്റെ ശരീരത്തിൽ സർജറിയൊക്കെ ചെയ്ത് റേഡിയേഷനൊക്കെ അടിച്ചത്. അമ്മാമേ, മരിച്ചുയർത്തെഴുന്നേൽക്കുമ്പോൾ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരം. ആ പ്രത്യാശ ഞങ്ങളുടെ ചങ്കിനകത്തുണ്ടായത് കൊണ്ട് ഇന്ന് രാത്രിയും ഈ വചനം പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ കുഴഞ്ഞു വീണ് മരിച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല. അപ്പുറത്ത് വീടൊരുക്കി നാഥൻ മധ്യാകാശത്തിൽ വരും. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ്സോർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. 2009 ആധാർ, 2015 വേൾഡ് ഫിംഗർ ടിപ്പ്. 2 കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താൻ. 2018 ആഗോള വ്യാപകമായി മൈക്രോ ചിപ്പ്. അതിനാദ്യം ATM-നകത്ത് മൈക്രോ ചിപ്പ്, 4 ചിപ്പ് വന്നു. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. ഇന്ന് ഈ ചിപ്പില്ലാത്ത ഒരു കാർഡ് ഇട്ട് 1 രൂപ എടുക്കാൻ പറ്റത്തില്ല. എവിടെ കൊടുത്താലും ഈ ചിപ്പ്, ഫോൺ പേ ആകട്ടെ, സൂപ്പർ മാർക്കറ്റിലാകട്ടെ, ആ ചിപ്പിനെ സ്കാൻ ചെയ്തിട്ട് നമ്പറാണ്, മേളിലെ നമ്പറില്ല, അത് വെച്ച് അവരെടുക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷന് അഥവാ ജീവിത ഭാരത്തിന് വേണ്ടി ATM-നകത്ത് ചിപ്പ്. 2ാമത്തെ ചിപ്പ് പറഞ്ഞു തരാം. ആനയുടെ വാലിനകത്ത് ചിപ്പ് വെച്ചു. ലോകം സയൻസിലേക്ക്. എന്തിനാ ആനയുടെ വാല്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ആന പാപ്പാനെ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ഈ ചിപ്പ് വെക്കുമ്പോൾ ആനയുടെ ബ്ലഡിൻ്റെ കൗണ്ട് പറയാം, ഞരമ്പിനോ അഥവാ ഏതെങ്കിലും മതപ്പാടുണ്ടെന്ന് അറിയാം. പലരും വിചാരിക്കുന്ന മൃഗഡോക്ടർക്ക് ആനയുടെ സൗന്ദര്യം കാണാനാണ് ചിപ്പ് വെച്ചേക്കുന്നത്. സ്വത്രം ഇതൊക്കെ പഠിക്കണം സയൻസ്. ബ്ലഡ് കൗണ്ട്, നെർവസ് സിസ്റ്റം അറിയാൻ വേണ്ടിയാ ചിപ്പ്. അങ്ങനെയെങ്കിൽ ആനയുടെ കിലോ എത്ര വെയിറ്റ് ഉണ്ട്, ആനയ്ക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട്, ആര് പറയും? ഇന്ന് സമ്മാനം ഫ്രീ. ആനയുടെ വെയിറ്റ് എത്ര ഉണ്ട്? 6000 കിലോ ഉണ്ട് ഒരു ആനയ്ക്ക്. സ്വത്രം. ആനയെ മേയിച്ചുകൊണ്ട് വന്ന നാരായണൻ ചേട്ടൻ എത്ര ഉണ്ട്? 55 കിലോയും 1 തോട്ടിയും. സ്വത്രം. മിണ്ടുന്നില്ലല്ലോ. പാറശാല തൊട്ട് വെള്ളറടപട നടത്തിക്ക് 55 കിലോയും 1 തോട്ടിയും. അപ്പം ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചു. സന്തോഷമില്ലല്ലോ? സ്വത്രം. നിങ്ങൾക്ക് ഒരു സയൻസ് കേട്ടിട്ടും കാര്യമില്ല. സിറ്റിയിൽ പോയി പ്രസംഗിച്ചാൽ മതിയായിരുന്നു. ISRO യാത്രച്ചന്മാർ വല്ല പൈസ തന്നേനെ, വല്ലതും തന്നേനെ. സ്വത്രം. അവരെങ്കിലും ഇത് എഴുതിയെടുത്തേനെ. സ്വത്രം. അതിനുശേഷം മനസ്സിലാക്ക്. സ്വത്രം. 1950 കാക്ക പറഞ്ഞത് കാക്ക കീ കീ കൂക്കു. സ്വത്രം. അതിനപ്പുറത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സ്വത്രം. ഇന്ന് അനുവച്ചപുരത്ത് പൂജപ്പുരയെ കിടക്കുന്ന പിള്ളേരെവിടെ പോയി? ജർമ്മനിയും മലേഷ്യയും കഴിച്ചിട്ട് അടുത്തത് ചൊവ്വായി പോകാൻ പോകുന്നു. സ്വത്രം. ദാനിയേലിൻ്റെ പ്രവചനം നിവർത്തിയായി. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. സ്വത്രം. 6000 കിലോ വെയിറ്റുള്ള ആനയെ 55 കിലോ ഉള്ള പാപ്പാനൊരു കുഞ്ഞു വടിയാട്ട് നടത്തെങ്കിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ അകത്ത് വെച്ച തലച്ചോറ് എത്ര ന്യൂറോൺ. ഇന്ന് രാത്രി മനസ്സിലാക്കണം. അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. 2. മൂന്നാമത്തത് പുതിയ കാറ്. പുതിയ കാറിനകത്ത് ചിപ്പ്. സന്തോഷമില്ലല്ലോ? ഇന്നിറങ്ങുന്ന ടൊയോട്ട പുതിയ കാറിനകത്ത് ചിപ്പ്. എന്താ ചിപ്പ്? കാർ എത്ര കിലോമീറ്റർ ഓടി, കാര്യം എത്ര ഓടി, എല്ലാം അറിയാൻ പറ്റും. അതിൻ്റെ ആസ്പദം GPS കേട്ടിട്ടുണ്ടോ? കളിക്കാവിള പോയ എത്ര പേരുണ്ട്? പാറശാല ഇഞ്ചിവിള കളിക്കാവിള. കൈ ഉയർത്തിയാട്ടെ. പാറശാല ഇഞ്ചിവിള കളിക്കാവിള. കരം ഉയരുന്നില്ലല്ലോ? സ്വത്രം. അപ്പോൾ നമ്മൾ ഇഞ്ചിവിള കഴിഞ്ഞ് കളിക്കാവിള കയറുമ്പോൾ വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? കരമുയർത്തിയാട്ടെ. സ്വത്രം. അത് കഴിഞ്ഞ് മാർത്താണ്ഡത്ത് പോയി നല്ല ചപ്പാത്തിയും ചിക്കനും കഴിച്ച് 2 ജോഡി ഡ്രസ്സും മേടിച്ച് തിരിച്ച് വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോൾ കളിക്കാവളം എത്തുമ്പോൾ അടുത്തത് വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. സ്കൂൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ചായ മേടിച്ച് തരണം. ഈ വണ്ടിയിൽ GPS ഒട്ടിച്ചിട്ട് കന്യാസ്ത്രീ അമ്മയുടെ ഇത് പൈസ മേടിച്ചിട്ട് നെയ്യാറ്റിൻകര ചെന്ന് കൊച്ചുപീടി അടിക്കരുത്. നീ അമരവിളയിരുന്ന് കൊച്ചുപീടി അടിക്കുന്നത് കന്യാസ്ത്രീ അമ്മ മൊബൈലിൽ കൂടെ കാണും. GPS. സ്വത്രം. ഉടനെ ഡ്രൈവറോട് പറയും, മര്യാദയ്ക്ക് വണ്ടിയാട്ടുവാൻ, നാളെ വീട്ടിൽ ഇരിക്കാമെന്ന്. സ്വത്രം. തീർന്നില്ല. വഴിനീള പിള്ളാരെ കയറ്റുന്നത് പോലും കമ്പ്യൂട്ടറിൽ കാണാൻ GPS. മിണ്ടുന്നില്ലല്ലോ? സ്വത്രം. എല്ലാത്തിലും വരാൻ പോവുകയാണ്. അടുത്ത ഭാഗങ്ങൾ ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ അത് കാറിനകത്ത് ചിപ്പ്. ഈ കാറ്, നിങ്ങളുടെ കാർ ആരടിച്ചുകൊണ്ട് പോയാലും നമ്പർ സഹിതം
ഉടമ എവിടെ പറയണം? ഷോറൂമിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ കളിക്കാവിള മതിലിയാടുന്ന പോലെ കാണാൻ പറ്റും. എവിടെ കൊണ്ടിട്ടാലും പിടിക്കും. പോലീസിനേക്കാളും വേഗത്തിൽ കാറിൻ്റെ ഡാഷ്ബോർഡിനകത്ത് ചിപ്പ്. അത് കേട്ടിട്ടെന്ന് പാസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞ് രാത്രി പോയി കുത്തി ഇളക്കരുത്, പൈസ പോകും. സ്വോത്രം. ഇത് കുത്തി ഇളക്കാൻ കാര്യമില്ല. നാലാമത്തെ കാര്യം, ഇന്ന് മതിൽ ചാടാൻ കാറിനകത്ത് വേറൊന്ന് വന്നു. ഫാസ്റ്റാഗ്. കൈ ഒന്ന് ഉയർത്തിയാട്ടെ. ഫാസ്റ്റാഗ്. സന്തോഷമില്ലല്ലോ. കാറ് വളരെ കുറവാണ്. നാളെ ഇച്ചിരി നേരത്തെ യോഗം തുടങ്ങണം. കാറിന് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥനയില്ല. പള്ളിയിൽ അച്ഛൻ പറഞ്ഞ പോലെ ഇച്ചിരി കാറിന് വേണ്ടി ഒരു പ്രാർത്ഥന. സ്വോത്രം. കാറിനകത്ത് മതിലിയാടണമെങ്കിൽ ഫാസ്റ്റാഗ്. ഇതാരാ കൊണ്ടുവന്നത്? ഇസ്രയേലാ കൊടുത്തത്. ദുബായിലുണ്ട്, സാലിക്ക്, അമേരിക്കയിൽ ഫാസ്റ്റാഗ്. കാര്യം പലരും വിചാരിക്കുന്ന ഇത് വണ്ടിക്കകത്ത് ഈ ടോള് കട്ട് ചെയ്യാനാണ്. തെറ്റാ. അതിനകത്തിരിക്കുന്ന QR കോഡ്, അതാണ്ട് ഈ കാണുന്ന QR കോഡ്. ഈ കോഡ് നിങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചാൽ നമ്മൾ സ്കാനിനകത്ത് കിടക്കുമ്പോൾ, കുഞ്ഞുങ്ങളിന്ന് ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്, ഈ സ്കാനിനകത്ത് ഈ ബാർകോഡ് കാണിക്കുന്നത് പോലെ വണ്ടി മുഴുവൻ സ്കാനും ചെയ്യും. ബാങ്ക് അക്കൗണ്ട് വഴി പൈസയും കട്ട് ചെയ്യും. സ്വോത്രം. ഇപ്പം കള്ള സ്റ്റിക്കർ ഉണ്ടാക്കുന്നുണ്ട്. സാറ്റലൈറ്റ് വഴി കട്ട് ചെയ്യാൻ മോടി അടുത്ത പരിപാടി നോക്കുക. വിഷമിക്കണ്ട, എല്ലാം തീരാൻ പോവുക. അപ്പോൾ ദാണ്ട് കാറിനകത്ത് തലയുടെ മേളിൽ ചിപ്പ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കോവളം തിരുവല്ലം പോകുമ്പോൾ തന്നെ 150 കൊടുത്തോളൂ. സ്വോത്രം. അവിടം വരെ നിൽക്കട്ടെ. സ്വോത്രം. മാർത്താണ്ഡത്തോട്ടും വരാൻ പോവുക. അടുത്ത ഭാഗം. നാലാമത്തെ സിസ്റ്റം വന്നു. അങ്ങനെയെങ്കിൽ ദാണ്ട് ഞങ്ങളുടെ അച്ചായന്മാർ ഇപ്പം തന്നെ ഞാനൊക്കെ പ്രസംഗിച്ച് നല്ല കാശൊക്കെ കിട്ടി. അപ്പോൾ ആരും അറിയണ്ട എവിടെ പോകണം. കളിക്കാവിള വിട്ടാൽ പലരും നമ്മുടെ പരിചയക്കാരാണ്, നാഗർകോവിൽ. അപ്പം ഞാൻ വിചാരിക്കാം കോയമ്പത്തൂർ പോയി ഇച്ചിരി വസ്തുവൊക്കെ മേടിക്കാം. എൻ്റെ കാരണത്ത് കുറച്ച് നോട്ടുമായിട്ട് ഞാനും എൻ്റെ ഒരു വിശ്വസ്തനായ സഹപ്രവർത്തകനെയും കൂട്ടി, നിങ്ങളെ പിടിക്കുന്നില്ല, എവിടെ വരെ പോകും? തൃശ്ശൂർ റോഡ്, പാലിയക്കര, മണ്ണുത്തി 2 ടോൾ. അവരിങ്ങനെ ചിപ്പിന് സ്കാൻ ചെയ്യും, ഫാസ്റ്റാഗിന്. ആ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ മനസ്സിലാകുമെന്നറിയാമോ? കാറ് മുഴുവൻ സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു പാട്ടാ സീറ്റിൻ്റെ നടുക്ക് ഇങ്ങനെ പെട്ടി വെച്ചോണ്ട്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. സ്വോത്രം. നോട്ടിൻ്റെ മേളിൽ കൈവച്ചുകൊണ്ട് പാടുക. പെന്തിക്കോസിലെ അപ്പച്ചന്മാരെല്ലാം ഇങ്ങനെ കാച്ചടിച്ച് മാറ്റിയിട്ട് പാടിക്കൊണ്ടിരിക്കുക. സ്വോത്രം. എല്ലാത്തിനെയും പൊക്കും. സ്വോത്രം. വിടത്തില്ല. പാലിയക്കര കഴിയുമ്പോൾ അപ്പുറത്ത് ക്രൈംബ്രാഞ്ച് നിൽക്കും. എന്നോട് ചോദിക്കും, പെട്ടി ഇഞ്ഞ് തുറക്കാൻ പറയും. നല്ല കൺവെൻഷന് പ്രസംഗിച്ച പൂത്ത നോട്ട്, ബാങ്കിൽ വിട്ടിട്ടില്ല, ഒന്നും വിട്ടിട്ടില്ല. ടാക്സ് കൊടുത്തോ, ആദായ നികുതി കൊടുത്തോ. എന്നോട് രേഖയെല്ലാം മേടിച്ചിട്ട് പറയും, ഇത്രാം തീയതി നോട്ടീസ് വരും എൻഫോഴ്സ്മെൻറ്റിൻ്റെ. അപ്പം അവിടെ വന്നാൽ മതി. അന്നേരം എൻ്റെ പാട്ട് വേറെയാ. കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ. സ്വോത്ര. കർത്താവിൻ്റെ പേര് സുവിശേഷ വേലയ്ക്ക് പൈസ അടിച്ച് മാറ്റി വീടും തോട്ടവും എല്ലാം മേടിച്ച എല്ലാ അച്ചായമ്മമാര് കൂടെ ശിങ്കിടി പറഞ്ഞ അമ്മാമ്മമാരെ ഒതുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തീർത്ത് ഞാൻ പറയാം, സന്തോഷമില്ല. യോശുവയുടെ കൂടെ ഒരുത്തൻ നിന്നില്ലേ, ആക്കാൻ. വല്ലവർക്കും അറിയാമോ? സ്വോത്രം. എല്ലാം അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് ഇരുന്നല വീടും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ ഒരടി കിട്ടിയത്. ആക്കോർ താഴ്വരെ കൊണ്ടുപോയി അവനെ തകർത്ത് കളഞ്ഞു. സ്വർഗത്തിലെ ദൈവം മിണ്ടുന്നില്ല. ബൈബിളിലെ ന്യായവിധി വീരന്മാർ പട്ടുപോയത്. ഏലിയാവിന് ശേഷം ഒരുത്തനെ തിരഞ്ഞെടുത്തു, ഏലീശയ്ക്ക് ശേഷം നമ്മുടെ കൊച്ചു ഭാഷ ഉണ്ടായിരുന്നത് ഗേഹസി. വല്ലവർക്കും അറിയാമോ? നയമാൻ്റെ രഥത്തിനകത്തിരുന്ന സകല സ്വത്തും റബ്ബർ എസ്റ്റേറ്റ് സ്വർണവും എടുത്തിട്ട് സഭയിൽ ചെന്ന് പാട്ടുപാടി നീങ്ങിപ്പോയി. എൻ്റെ ഭാരങ്ങൾ കിട്ടിയില്ലേ, അവൻ്റെ മണ്ടയ്ക്ക് കൂട്ടം. സ്വോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനമെടുത്ത് ദൈവവേലയെ സ്നേഹിച്ച് കർത്തൃവേലക്കാർക്ക് കൊടുക്കാം, സഭയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി ലൈവിൽ പോയാൽ എല്ലാ പെന്തിക്കോസിലെ CSIക്കാരെ ആദ്യം കൊടുക്കത്തില്ല, പെന്തിക്കോസുകാർക്ക് ആദ്യം കൊടുക്കും. ഇത്രയും വചനം പഠിച്ചവർ സ്വർഗത്തിലെ ദൈവം കടും വെട്ടും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ. ദൈവവേലയ്ക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവവേലയ്ക്ക് കൊടുക്കണം. അല്ലാതെ പേഴ്സണലായിട്ട് പാസ്റ്റർ ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ? എടുത്തോ. ഇന്ന സ്ഥലത്ത് പണം മുടക്കി വേല ചെയ്യുവാൻ തന്ന പൈസ ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ട്? മടങ്ങി വാ. സർവശക്തനായ ദൈവത്തിൻ്റെ ന്യായവിധി നിനക്ക് വേണ്ടി വെളിപ്പെടും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 4ാമത്തെ ചിപ്പ് വന്നു കാറിനകത്ത്. 5ാമത്തെ ചിപ്പ് വരാൻ പോകുന്നു. എവിടത്തേക്ക് വരാൻ പോകുന്നു? ദാ കിടക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സ്വോത്രം. കേട്ടോണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ടുവരുന്നു ആരോഗ്യം വിരൽ തുമ്പിൽ. ദാ കിടക്കുന്നു. ഇതിൻ്റെ പേര് അമേരിക്കയിൽ കൊണ്ടുവന്നത് ഒബാമ ഹെൽത്ത് കെയർ. ദാ കിടക്കുന്ന ആരോഗ്യം വിരൽ തുമ്പിൽ. അതിനാസ്പദമായി ആയുഷ്മാൻ കാർഡ്. കേട്ട എത്ര പേരുണ്ട്? ആയുഷ്മാൻ. സ്വോത്രം. 50 രൂപയ്ക്ക് അക്ഷയയിൽ പോയി കിട്ടിയില്ലേ? പലരും പറഞ്ഞ് 5 ലക്ഷം രൂപ. 5 ഉലുവ കിട്ടത്തില്ല. സ്വോത്രം. ആയുഷ്മാൻ
അതിൻ്റെ അർത്ഥം എന്തുവാ? കിംസി ഫയൽ ഓപ്പൺ ചെയ്താൽ നെയ്യാറ്റിൻകര ആശുപത്രിയിലും കിട്ടും, പാറശാല ദേവിയിലും കിട്ടും, അത് കഴിഞ്ഞ് നമ്മുടെ എവിടെ പിന്നെ എസ് പിയിലും പാറശാല എസ് പിയിലും കിട്ടും, മറ്റേ വെള്ളറട ദേവിയിലും കിട്ടും. സ്വോത്രം, ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. സ്വോത്രം, എല്ലായിടത്തും ഫയൽ വരും. അതിൻ്റെ പേര് ആരോഗ്യം വിരൽത്തുമ്പിൽ. ഇന്ത്യയിൽ എവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്താലും എല്ലാ ആശുപത്രിയിലും കിട്ടും. പിശാചിനറിയാം. അതുകൊണ്ടല്ലേ സർപ്പം കവ്വ എന്താ പറഞ്ഞത്? പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകും. സ്വോത്രം, ഈ ആരോഗ്യത്തെ പിടിച്ചാൽ നമ്മൾ ഏത് വഴിക്കും നീങ്ങും. സ്വോത്രം, അതുകൊണ്ട് എല്ലാം ഒരു കാർഡിൽ, ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, ലൈസൻസ്, ബാങ്ക്, ഒരു ഭരണം, ഒരു കാർഡ്, ഒരു വാക്സിൻ, എല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക്. അന്ത്യകാലം. ഇതിൻ്റെ പേര് അവൻ അടുക്ക വാതിൽക്കലെങ്കിൽ. അഞ്ചാമത്തെ തലം ഇന്ത്യയുടെ ഇന്നത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബാക്കി നാളെ ഞാൻ തൊടും. 2-3 വാക്യങ്ങൾ വായിച്ചു നിർത്താം. ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 400 കോടി രൂപ മാറ്റിവെച്ചു. പാസ്പോർട്ടിന് ബുക്കല്ല, ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ഒരു കാർഡും ചിപ്പും. അന്ത്യകാലം. എവിടം വരെ എത്തി കർത്താവ് ഈ തലമുറ വരുമോ? ഇനി ഇത് എവിടം വരെ കയറണം മക്കളെ? നമ്മൾ ട്രാവൽ ചെയ്യാൻ 2 ഡോസ് വാക്സിൻ ദൈവദാസന്മാരെ. അത് മാത്രമല്ല, ഒരു രാജ്യത്ത് പോകണമെങ്കിൽ പഴയ പാസ്പോർട്ട് മാറി ചിപ്പ്. ഇനി ഒറ്റ കാര്യമുള്ളു, കൈമേലും നെറ്റിമേലും ഇത് വരണം. അന്ത്യദിനങ്ങളെത്തി. സ്വോത്രം, ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്ത് പോകുവാൻ നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നു ചിപ്പ്. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുവാൻ സമയമായി വരുന്നു. ഒരു വാക്യം കട്ട് ചെയ്യുന്നു, ബാക്കി നാളെ. അന്നാളിൽ ചെറിയവർ, വലിയവർ, സമ്പന്നർ, ദരിദ്രർ, ദാസർ, ഏവർക്കും അതിനാധാരമായ ഒരു സയൻസ്. എന്താ? നമ്മുടെ ചർച്ച് ഇവിടെ ധനുവച്ചവർ അടഞ്ഞു കിടന്നു. 15-20 പേര് ആരാധനയ്ക്ക് വന്നു. എവിടാ ചൂട് നോക്കിയത്? ചൂട് നോക്കിയത് ഒന്നാമത്തെ സയൻസ്. കൈമേലും മിണ്ടുന്നില്ലല്ലോ. ഇൻഫ്രാറെഡ് മീറ്റർ. ഒരു കുഞ്ഞിരുന്ന് ചൂട് നോക്കി. അവൻ തന്നെ ഡോക്ടറായില്ലേ. 98 ആയപ്പം പറഞ്ഞു കയറിക്കോ. അപ്പോൾ ഒരു ചേട്ടൻ വന്ന് 99 വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് 7 ദിവസം ക്വാറന്റൈൻ. സ്വോത്രം, അറിഞ്ഞില്ല. അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്നമാമ വന്നു. ചിന്നമാമയ്ക്ക് കൈ നോക്കാൻ വയ്യ. അവൻ സ്റ്റെപ്പേ കയറുന്ന തലേ നോക്കിയപ്പോൾ 39. അവൻ തന്നെ പറഞ്ഞു, അമ്മാമ്മ 300 രൂപ കൊടു, പിന്നെ മൂക്കിനകത്തുകൊണ്ട് കുഴലിടാൻ പറഞ്ഞു. അതിൻ്റെ പേര് ആൻറ്റിജൻ. സ്വോത്രം, എത്ര ക്ലിയർ! കൈമേലും നെറ്റിമേലും. ഇത് മെഡിക്കൽ സയൻസ്. ഇതേ ഭാഗത്ത് ചൂട് മനുഷ്യൻ്റെ കിട്ടും. കുഞ്ഞുങ്ങൾ ഇൻഫ്രാറെഡ് മീറ്റർ, തെർമൽ സ്കാൻ. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മുദ്ര കൈമേലും നെറ്റിമേലും. ഇൻസ്റ്റന്റ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം ദാ വരുന്നു. കോവിഡിന് ശേഷം മാരക വ്യാധികൾ. ഒരു വാക്സിൻ മനുഷ്യൻ്റെ കയ്യിലേക്ക് തരാൻ പോകുന്നു. പക്ഷേ RTPC വേണ്ട, അവർക്ക് വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വേണ്ട. വെക്കാം. ദാണ്ട ഈ പേനയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ, QR കോഡ്. ഇതിൻ്റെ വില എനിക്കറിയത്തില്ല. ഞാനും യേശുദാസ് പാസ്റ്ററും കൂടെ നേരെ പോകും നെയ്യാറ്റിൻകര. നല്ലൊരു മാളിൽ കയറി. പേന ഇഷ്ടപ്പെട്ടു. കമ്പ്യൂട്ടറിനകത്ത് പേന കാണുമ്പോൾ കമ്പ്യൂട്ടർ വില പറയും 18 രൂപ. ഇതേത് കമ്പനി? അതുപോലെ മനുഷ്യൻ്റെ കയ്യിലൊരു മുദ്ര കൊടുത്താൽ ഡോർ ഓപ്പൺ ആകും. അന്ത്യകാലം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്ര, ഇന്ന് നെയ്യാറ്റിൻകരയിൽ പാറശാലയിൽ ചെല്ലുമ്പോൾ, നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ഗ്ലാസ് ഡോർ ഓപ്പൺ ആകുന്നത് പോലെ ഇനി വരാൻ വരുന്ന മാരക വ്യാധിക്കകത്ത് എല്ലാ ദിവസവും RTPC എടുക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വാക്സിൻ കൊടുക്കും, കയ്യിൽ മുദ്ര കൊടുക്കുമ്പോൾ എല്ലായിടത്തും കയറും. വാങ്ങുവാനും വിൽക്കുവാനും. നാളെ അതിലേക്ക് അതിനാധാരമായി 2009 ആധാർ, 2015 ഹാത്തിരക്കോ ദന്തമാക്കൻ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. 2018 ATM-നകത്ത് ആധാർ, 2020 ആനയുടെ വാലിൽ ചിപ്പ്, 2020 വീണ്ടും വണ്ടിയുടെ മേൽ ഫാസ്ടാഗ്, 2021 ഇന്റീരിയർ ഇറങ്ങൽ. ഇന്ന് രാത്രി രണ്ടാമത് ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ്, തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നിർമ്മല സീതാരാമൻ, മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് വരുന്നതിന് വേണ്ടി പാസ്പോർട്ടിനകത്ത് ചിപ്പ് വെച്ചെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യയുടെ സുപ്രസിദ്ധ ക്രിക്കറ്റ് കളിത്താരം വിരാട് കോഹ്ലി, അവന്റെ കയ്യിൽ ചിപ്പ് വെച്ച പാസ്പോർട്ട് കിട്ടിയെന്ന് സകലരും പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു മുദ്ര മനുഷ്യന്റെ കയ്യിൽ വെക്കാറ്. എന്നാൽ ഇന്ന് രാത്രി പറയണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. ധനുവച്ചപുരമേ, ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.